ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ വീണ്ടും ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ശരിക്കും എന്താണ് ചെന്നൈ കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നേയില്ല. പവർ പ്ലേയിൽ മോശം എഫേർട്ടാണ് അവിടെ രജിൻ രവീന്ദ്രയുടെയും കോൺവേയുടെയും ഭാഗത്ത് നിന്ന് വരുന്നത്. അത്രമാത്രം മോശം ഓപ്പണിംഗ് സൈഡാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മിഡിൽ ഓർഡറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ ഒട്ടും സ്റ്റേബിൾ അല്ല. ഒന്നുള്ളത് ശിവം ദൂബെ. ശിവൻ ദൂബയുടെ സൈഡ് അവിടെ മാറി നിൽക്കട്ടെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അവിടെ രാഹുൽ ത്രിപാഠി, അതോടൊപ്പം തന്നെ 3D വിജയ് ശങ്കർ, അത് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഹൂഡെ കൊണ്ടിരുന്നു. പിന്നെ ജഡേജ, അശ്വിൻ, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഓർഡർ ഒട്ടും സ്റ്റേബിൾ അല്ല ചെന്നൈയുടെ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ടെസ്റ്റ് മാച്ച് കണ്ടു കഴിഞ്ഞാൽ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അത്രമാത്രം മോശം രീതിയിലായിരുന്നു ചെന്നൈയുടെ ബാറ്റിംഗ് ഓർഡറിന്റെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. 103 റൺസാണ് 20 ഓവറിലും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ചെന്നൈ ടോപ്പ് സ്കോറർ അവിടെ ശിവൻ ദൂബെയാണ്. ശേഷമുള്ളത് അവിടെ വിജയ് ശങ്കറാണ്. വിജയ് ശങ്കറിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ലൈഫാണ് വിജയ് ശങ്കറിന് കിട്ടിയത്. അതും സിമ്പിൾ ക്യാച്ചുകളാണ് അവിടെ KKR ഡ്രോപ്പ് ചെയ്തത്. ഇനി അത് മനഃപൂർവ്വമായിരുന്നു എന്ന് തോന്നിക്കുന്നുണ്ട്. ഇനി ചെന്നൈ ഡോട്ട് ബോളുകൾ കളിക്കുകയാണെങ്കിൽ ഇനി ഗ്രൗണ്ടിൽ മാത്രമേ മരങ്ങൾ നടാൻ ബാക്കി ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ബാക്കി ചെന്നൈയുടെ സറൗണ്ടിങ് സൈഡിലെല്ലാം ഗ്രൗണ്ടിൽ സൈഡിലെല്ലാം മരങ്ങൾ നട്ടിട്ടുണ്ടാവും. അത്രമാത്രം ഡോട്ട് ബോളുകളാണ് ഒരു ഇന്നിങ്സ് വരുന്നത്. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പവർ പ്ലേയിൽ ഉൾപ്പെടെ മോശം ഇൻറ്റന്റ് ആണ് അവിടെ ചെന്നൈയുടെ ബാറ്റിംഗ് സൈഡിൽ നിന്ന് കാണാൻ സാധിച്ചത്. പറയാതിരിക്കാൻ സാധിക്കില്ല, മികച്ച രീതിയിൽ തന്നെയാണ് അവിടെ ബോളിംഗ് സൈഡ് പെർഫോം ചെയ്തത് KKRന്റെ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹർഷിത് റാണ, മൊയിൻ അലി നേരെ ഏർലി ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടെ സുനിൽ നരേൻ്റെ ഗെയിം പറയാതിരിക്കാൻ പറ്റില്ല. 3.25 എക്കോണമി, അതായത് ടെസ്റ്റ് മാച്ച് എക്കോണമിയിലാണ് സുനിൽ നരേൻ ബോൾ ചെയ്തത്. വരുൺ ചക്രവർത്തി, വൈവ് അറോറ. സോ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ബ്രില്യൻ ബോളിംഗ് സൈഡ് തന്നെയായിരുന്നു KKRൻ്റെത്. തിരിച്ചാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കിഡിലൻ സ്റ്റാർട്ടിംഗ് ആണ് അവിടെ നമ്മൾ ക്വിൻ്റൻ ഡ്യൂക്കോക്കും അതോടൊപ്പം തന്നെ സുനിൽ നരേനും കൊടുത്തത്. 18 ബോൾ 44 റൺസ് ആയിട്ടാണ് സുനിൽ നരേൻ ഡിപ്പാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ക്വിൻ്റൻ ഡ്യൂക്കോക്ക് 16 ബോൾ 23 റൺസ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഖലീൽ അഹമ്മദ് ശരിക്കും പറഞ്ഞാൽ പഴയ ഖലീൽ അഹമ്മദായി മാറിയിട്ടുണ്ട്. അത് KKRന് എന്തായാലും ഗുണം ചെയ്തു. ചെന്നൈക്ക് ഗുണം ചെയ്തില്ലെങ്കിൽ KKR നല്ല രീതിയിൽ ഗുണം ചെയ്തു. ലുക്ക് അറ്റ് ഹിസ് എക്കോണമി. ബാക്കി അപ്പുറത്തെ സൈഡ് ബോൾ ചെയ്ത് എക്സ്പെക്ട് ചെയ്ത് ഇവിടെ വന്ന് ബോൾ ചെയ്യാൻ നിന്ന ഖലീൽ അഹമ്മദിന് 13.33 എക്കോണമിയിലാണ് അവിടെ KKRന്റെ ബാറ്റർമാരെ തകർത്ത് വിട്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അശ്വിൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ അശ്വിനെ വിട്ടതിൽ വലിയ നഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അശ്വിൻ്റെ ബോളിംഗ് സൈഡ് ഈ ഒരു സീസണിൽ നോക്കുകയാണെങ്കിൽ അത്ര ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അശ്വിന് വരെ അവിടെ എക്സ്പെക്ട് ചെയ്തിരുന്നത് നൂർ അഹമ്മദിനെയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ചെന്നൈയെ സംബന്ധിച്ച് ഈ ഒരു ടീം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട് പ്ലേ ഓഫ് കളിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് പിന്നെ ഇടയ്ക്ക് ഡെഗ് ഔട്ടിൽ ഋതുരാജ് ഗെയ്ക്വാദിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇഞ്ചുറിയുടേതായ പ്രശ്നങ്ങളൊന്നും, അതായത് എൽബോയിൽ ഇഞ്ചുറി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇഞ്ചുറിയുടേതായ പ്രശ്നങ്ങളൊന്നും കയ്യിലൊന്നും കാണുന്നില്ലായിരുന്നു. ഇനി അറിയില്ല, ആധികാരികമായി അതിനെക്കുറിച്ചൊന്നും അറിയില്ല. നിങ്ങളുടെ അഭിപ്രായം നൈസായിട്ട് പുള്ളി എസ്കേപ്പ് ആയതാണെന്നൊരു സംശയമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. എന്തായാലും ഈ ഒരു 8 വിക്കറ്റിൻ്റെ തോൽവി പോയിന്റ് ടേബിളിൽ വലിയ വ്യത്യാസമായിട്ടുണ്ടായിരിക്കുന്നത്. പോയിന്റ് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ 9ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. -1.554 ആണ് ചെന്നൈയുടെ നെറ്റ് റൺ റേറ്റ്. എന്തായാലും ഈ ഒരു തകർച്ച ചെന്നൈക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ ക്യാപ്റ്റനായിട്ട് വന്നിട്ട് ധോണി ക്യാപ്റ്റനായിട്ട് വന്നിട്ട് ടീമിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ബൈ ബൈ ഗൈസ്. ഇത് ഏറ്റവും വലിയ രസം, ബാക്കപ്പ് പോലും ഇല്ല. അതായത് ഇത് പകരം ഒരു പ്ലെയറിനെ കൊണ്ടുവന്ന് കളിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അത്ര പോലും ബാക്കപ്പ് ഇല്ലാത്തൊരു ബെഞ്ച് സ്ട്രെങ്ത് ഇല്ലാത്തൊരു ടീമാണ് ചെന്നൈ ഈ സീസണിൽ. അപ്പോൾ ബൈ ബൈ ഗൈസ്.